ഇത് മഞ്ജു മേനോൻ, പാലക്കാട്ടുകാരിയാണ്. ആദ്യത്തെ പാട്ട് ദേശാടനത്തിലെ കളിവീട് ഉറങ്ങിയല്ലോ എന്നുള്ള പാട്ട് ഞാൻ എഴുതിയിട്ട് പിന്നെ പല്ലവി എഴുതി കഴിഞ്ഞിട്ട് കളിവീടുറങ്ങിയല്ലോ എന്ന് കമ്പോസ് ചെയ്തിട്ട് പല്ലവി കമ്പോസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ മോൻ അവൻ്റെ ഞാൻ കൊടുത്തു വെച്ചു, എൻ്റെ ഭാര്യ കേൾക്കാൻ വേണ്ടി. അവളിങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞു. ഇന്ന് എന്നോട് അനുഭവം പറഞ്ഞപ്പോൾ അടുക്കളയിൽ നിന്ന് അവൻ വന്ന് എന്നോട് പറഞ്ഞു, അമ്മ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ബാക്കി കൂടി ഞാൻ എഴുതി ഫുൾ കമ്പോസ് ചെയ്തിട്ട് അന്ന് സ്റ്റുഡിയോയിൽ മഞ്ജു ഉണ്ടായിരുന്നു തോന്നി. മോള് അന്ന് പാടിയ പാട്ട് മോളൊന്ന് പാടും, അത് അതേ ശബ്ദത്തിൽ കേൾക്കാം നിങ്ങൾക്ക്. പാടിയ മോളെ. കളിവീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ ഒരു നോക്കു കാണുവാനിൻ ആത്മാവു തേങ്ങുന്നല്ലോ തഴുകുന്ന തിരമാലകളെ ചിരിക്കുന്ന പൂക്കളെ തഴുകുന്ന തിരമാലകളെ ചിരിക്കുന്ന പൂക്കളെ അറിയില്ല നിങ്ങൾക്കെന്തേ അടങ്ങാത്ത ജന്മദുഃഖം. ഇതിന് വേറെ പാട്ടുകൾക്കൊന്നുമില്ലാത്തൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ അനുപല്ലവിക്ക് തൊട്ടു മുമ്പെയാണ് ഹമ്മിങ് വരുന്നത്. സാധാരണ എപ്പോഴും പാട്ടിൻ്റെ തുടക്കത്തിലാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ വികാരത്തിൻ്റെ ഒരു വേലിയേറ്റത്തിന് വേണ്ടി ഞാൻ ഹമ്മിങ്ങിന് തൊട്ടാണ് വെച്ചത്. അത് പാടിയമാണ്. അതേപോലെ അത് കഴിഞ്ഞിട്ട് ഞാൻ യാത്രയായി എന്നുള്ള പാട്ട്, ശരിക്കത് ഭാഗവതത്തിൽ ഈ ശീശുകനും വ്യാസനും, വേദവ്യാസൻ്റെ മകനാണല്ലോ ശീശുകൻ. അപ്പോൾ ഭാഗവതത്തിലൊരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം ഞാൻ കൂടുതൽ പഠിക്കാനിടയായത് ഗുരുസാഗർ എന്ന് പറഞ്ഞ ഇതിൻ്റെ അത് പ്രൂഫ് വായിച്ച ഞാനായിരുന്നു. വൈശാഖ സാറിൻ്റെയൊക്കെ കഥകൾ ഞാൻ പ്രൂഫ് വായിച്ചിട്ടുണ്ട് മാതൃഭൂമിയിൽ. അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവരായിട്ടൊക്കെ എനിക്ക് ബന്ധമുണ്ട്. അപ്പോൾ അതിൽ ഈ ഗുരുസാഗരത്തിൽ പറയുന്നുണ്ട്, പിന്നെ എം പ്രപുരജന്തം അനുവേദം അഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആദിഭാവാണ്. അപ്പോൾ വിരഹകാതര മോനെ എന്ന് വിളിച്ചു പോയതാണ്. എല്ലാം അറിയുന്ന വ്യാസൻ ഒരു കുട്ടി വീട് വിട്ട് ഇറങ്ങി പോകുമ്പോൾ മോനെ എന്ന് വിളിച്ചു പോയി. അപ്പോൾ ആ കുട്ടിയല്ല തിരിച്ച് സംസാരിച്ചത് ഇലകളായിരുന്നു എന്നാണ്. അതാണ് ആ ഓർമ്മയിലാണ് ഞാൻ വാസ്തവത്തിൽ ഈ പാട്ടുണ്ടാക്കിയത്. യാത്രയായിരുന്നല്ലോ പാട്ട്. ഒന്ന് പാടിയ മോളെ. ശുദ്ധനാമുന്നിതൻ അനുവദിക്കൂ. ഇതും അതുപോലെ എൻ്റെ ഭാര്യയെ ഞാൻ കേൾപ്പിച്ചു. അവിടെ നല്ലൊരു ശ്രോതാവാണ്. അവിടെ ഹൃദയപൂർവ്വം എന്നെ വിളിച്ചു അടുക്കളയിൽ നിന്ന്. ഗംഭീരമായിട്ടുണ്ട് വേണം. അതിന് ചരണം കൂടി എഴുതി ഞാൻ അവിടെ വീണ്ടും കേൾപ്പിച്ചിട്ട് ഞാനത് പിന്നെ സ്റ്റുഡിയോയിൽ കൊടുത്തു. ഒരേ ദിവസമാണ് 3 പാട്ടുകൾ റെക്കോർഡ് ചെയ്തത്. നാവാമുകുന്ദഹരെ അതും മഞ്ജുവും എൻ്റെ മോനും കൂടി, കുഞ്ഞുമോനും കൂടി പാടിയത്. അന്ന് മഞ്ജുവിനും ഇതുപോലെ ചെറിയ കുട്ടിയാണ്, ഡിഗ്രി പഠിക്കുന്ന, ഇവിടെ ചിറ്റൂർ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. ഒക്കെ ചെറിയ കുട്ടികളാണ്. ഇവരൊന്നും ഞാൻ പരീക്ഷണത്തിന് വേണ്ടി പാടിച്ചതാണ്. ഇന്നിപ്പോൾ അതൊന്നും ഇല്ലല്ലോ. കേരളത്തിൽ കോഴിക്കോട്ട് കംപ്ലീറ്റ് വർക്ക് നടന്നിട്ടുള്ള ആദ്യത്തെ മലയാള ഫിലിം എൻ്റെ ഈ ദേശാടനം.
അവിടുത്തെ കലാകാരന്മാർ മുഴുവൻ ജനം അംഗീകരിക്കുകയും ഈ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് പാട്ട് ഞാൻ മദ്രാസിൽ കൊണ്ടുപോയി ദാസേട്ടനെ കൊണ്ട് പഠിക്കുകയും ചെയ്തു. എന്തൊരു മഹത്തായ ഒരു സംഘടനയാണ് ഈ സ്വർലയ എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് ഡൽഹിയിലുള്ള സമയത്ത് എനിക്ക് അതുമായിട്ട് ബന്ധമുണ്ട്. തിരുവനന്തപുരത്തുള്ള സമയത്ത് വളരെ അടുത്ത ബന്ധമുണ്ട്. പിന്നെ ബീസൊക്കെ എൻ്റെ സ്വന്തം ആളാണ്. ഇപ്പോൾ ഇവിടെ അതുപോലെ അജയേട്ടൻ എന്ന് പറഞ്ഞാൽ അജയേട്ടൻ ഇത് ഇവിടെ കൊണ്ട് നടത്തുകയും ഇവിടെ വേണ്ട പോലെ ചെയ്യുകയും ചെയ്യുമ്പോൾ ഞാനൊക്കെ അതിൻ്റെ ഭാഗമാവാൻ വേണ്ടി ബുദ്ധിമുട്ടിയാണ് ഇവിടെ വന്നത്. എനിക്ക് പറയാൻ വേടനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വേടൻ്റെ ആ പാട്ട് ഗംഭീരം തന്നെയാണ്. വിയർപ്പിൻ്റെ കുപ്പായം അത് നിറമാറില്ല എന്ന് പറഞ്ഞ് അയാൾ എഴുതിയ ആ പാട്ട് ഏറ്റവും സുന്ദരമായ കവിതയാണെന്ന് ഞാൻ തുറന്നു പറഞ്ഞത്. ചിലപ്പം അയാൾ ജയിലിൽ പോകേണ്ട ആളാണ്, അങ്ങനെയാണ്. അതാണ് ഈ പറയുന്നത്. അയാൾ ജയിലിൽ പോയിക്കോട്ടെ, ഈ എഴുതിയ സാധനമൊക്കെയാണ് എനിക്ക് ആ അവാർഡ് കൊടുത്തത്. എനിക്ക് ഇതിൽ അഭിപ്രായ വ്യത്യസ്തമില്ല ഞാൻ പറഞ്ഞു. ഞാൻ സംഗീതത്തിലൊന്നും ആരുമല്ല, എഴുത്തിൽ ഞാൻ ആരാ? ഓബിജൻ്റെ മുമ്പിൽ, വാച്ചോട്ടൻ്റെ മുമ്പിൽ, വൈശാഖൻ്റെയൊക്കെ മുമ്പിൽ ഞാൻ ആരുമല്ല. സുഗതകുമാരിയുടെ മുമ്പിൽ, കുഞ്ഞനാമനാരുടെ മുമ്പിൽ ഞാൻ ആരാണ്? ആരുമല്ല. പക്ഷെ എന്നാലും എനിക്ക് ഇത്രയും 76 കൊല്ലമായി ഞാൻ നിന്നത് ഒരിക്കലും ലഹരിയുടെ ഇതിലല്ല. ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടേ ഇല്ല. എൻ്റെ അച്ഛൻ ചെമ്പൈവേദാഭാരുടെ അടുത്ത് 14 കൊല്ലം പഠിച്ചതാണ്. ഇവിടെ കോട്ടായിൽ അവിടെ തന്നെ ചെമ്പയുടെ താമസിച്ചിട്ടുള്ള ആ ബിൽഡിങ്ങിൻ്റെ ഒരു സൈഡിലൊരു റൂമിൽ അച്ഛൻ പോയി കിടക്കാറുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തുള്ള മറ്റേ പെരുങ്കുളങ്ങര അമ്പലത്തിൽ ശാന്തി വെച്ചിട്ടുണ്ട്. കേരളത്തിൽ രാമപ്പോൾ അവിടുത്തെ അച്ഛൻ്റെ കൂടെയുള്ള ജോലി ചെയ്യുന്ന ആളായിരുന്നു. ഞാൻ എത്ര പ്രാവശ്യം അവിടെ പോയി പാടാൻ എനിക്ക് ഭാഗ്യം കിട്ടി. ചെമ്പയാണ് എനിക്ക് ഗുരുവായൂർ വെച്ച് അന്നപ്രാശനം ചെയ്തത്. അദ്ദേഹം സംഗീതം മാത്രമല്ല, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹിത്യം കൂടി എനിക്ക് തന്നിട്ടുണ്ടാവും. മഹാനുഭാവനായ ചെമ്പയ്ക്ക് നമസ്കാരം, പാലക്കാടിന് നമസ്കാരം. അതിപ്രഗത്ഭമാരായിട്ടുള്ള സംഗീതജ്ഞന്മാർ, കവികൾ, മഹാകവികൾ, എൻ്റെ സ്നേഹിതന്മാർ, എഴുത്തുകാർ, എല്ലാവരും ആരും എൻ്റെ താഴെയല്ല, ഞാൻ അവരുടെയൊക്കെ താഴെയാണ്. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് കിട്ടിയ ഈ സ്നേഹം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അജയേട്ടനെ വീണ്ടും നമസ്കരിക്കുന്നു. നമസ്കാരം.